മെജോറിറ്റി ആളുകളുടെ ലൈഫിൽ നമ്മൾ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അത് പാരൻസ് കാരണം മാത്രമല്ല, ചിലപ്പോൾ ഒരു ടീച്ചർ കാരണമാവാം, ചിലപ്പോൾ ഒരു ഫ്രണ്ട് കാരണമാവാം. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് സിംഗിൾ പാരന്റിങ് കുട്ടിക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ളത്. ചിലപ്പോൾ കുട്ടികൾക്ക് കളിക്കൂട്ടുകാരൻ അച്ഛനായിരിക്കാം. ഫാമിലി റൺ ചെയ്യാനുള്ള മറ്റെല്ലാ റെസ്പോൺസിബിലിറ്റിയും അമ്മയായിരിക്കാം നോക്കുന്നത്. പല ടൈപ്പ് പാരന്റിങ് ഉണ്ട്. അതോറിറ്റേറിയൻ പാരന്റിങ് എന്ന് പറയും. ഞാൻ പറയണത് ഇവിടെ നടക്കുള്ളൂ, അത്രേ ഉള്ളൂ. കുട്ടിക്ക് വോയിസ് ഇല്ല, ചോയ്സ് ഇല്ല, ഒന്നുമില്ല. പ്രഷേർഡ് ആണ്, ടെൻഷനാണ്, ആങ്ഷ്യസ് ആണ്. ആ കുട്ടിക്ക് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലായി മാറും. എങ്ങനെ ഒരു നല്ല പാരന്റ് ആവാം? ഗുഡ് പാരന്റ് ആവാൻ ട്രൈ ചെയ്യുന്നതിനേക്കാൾ ഉപരി നിങ്ങളൊരു ഗുഡ് ഹ്യൂമൺ ആവാൻ നോക്കും. എല്ലാ കുട്ടികൾക്കും ടീനേജിലൊക്കെ ടാൻട്രംസ് കാണും. നിങ്ങൾ പറഞ്ഞ തർക്കുത്തരം പറഞ്ഞുകൊണ്ട് തിരിച്ചു വരും. അത് കേട്ടിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഈ അസുഖമാണ്, ഇതാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ് ലേബിൾ ചെയ്യാൻ നിൽക്കരുത്. കുട്ടി ഒറ്റയ്ക്ക് വളർന്നോളും. സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഇമോഷണലി ആൻഡ് ഫിസിക്കലി പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. ട്രോമാസോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള എന്തെങ്കിലും ഫോൾസ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റമോ തോട്ട് പാറ്റേൺസോ ഉണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹാപ്പി സോളാവും. എൻ്റെ റിലേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അത് പാർട്ട്ണറുമായിട്ടുള്ളതായിക്കോട്ടെ കുട്ടികളുമായിട്ടുള്ളതായിക്കോട്ടെ അത് അത്ര പ്രയോറിറ്റി ഉള്ളൊരു സംഭവമാണെന്നുള്ളത് ഉള്ളിൽ തോന്നണം. ഇപ്പോൾ നമുക്കൊരു കുട്ടി ട്രോമയിലൂടെ കടന്നു പോകുന്നുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാട്ട് ഇസ് നെക്സ്റ്റ്? അല്ല, അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഇനിയൊരു സാധനം ചെയ്യാന്നുള്ളതില്ലേ. നമ്മൾ പിന്നെ സംസാരിക്കുക. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാഷിറിൻ്റെ കേസ് പടത്തിൽ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് തിരിച്ചറിയാന്നുണ്ടെങ്കിൽ അമ്മ പോയിട്ട് പറയുകയുള്ളൂ, അയ്യോ അമ്മയ്ക്ക് മനസ്സിലായില്ലടാ. പക്ഷെ അപ്പോഴേക്ക് ഈ കുട്ടിയുടെ മനസ്സിൽ അത് ആഴത്തിൽ പതിച്ചിട്ടുണ്ടാവും. അത് കുട്ടീനെ എഫക്ട് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അമ്മ അത് റെക്കഗ്നൈസ് ചെയ്യുന്നതിലും അമ്മ അതിനെ കൺസിഡർ ചെയ്തൊരു കോൺവെർസേഷൻ മേക്ക് ചെയ്യുന്നത് ആ കുട്ടിയിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കും. ഇപ്പം ഇത് പറഞ്ഞതുകൊണ്ട് പറയണം, നമ്മുടെ എല്ലാവരുടെയും മെജോറിറ്റി ആളുകളുടെ ലൈഫിൽ നമ്മൾ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അത് പാരൻസ് കാരണം മാത്രമല്ല, ചിലപ്പോൾ ഒരു ടീച്ചർ കാരണമാവാം, ചിലപ്പോൾ ഒരു ഫ്രണ്ട് കാരണമാവാം, ചിലപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സ് കാരണമാവാം, ചിലപ്പോൾ കുട്ടികൾ കാരണം ഇങ്ങോട്ട് വരെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊരു ട്രോമ ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് അയ്യോ ട്രോമയായി, ഇനി എൻ്റെ ലൈഫ് ഇങ്ങനെ ആയല്ലോ, ഞാനങ്ങ് തീർന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിക്റ്റിം മൈൻഡ് സെറ്റിലേക്ക് പോകാൻ എല്ലാ ആളുകൾക്കും ഈസിയാണ്, ഈസി വേ ആണ്. എൻ്റെ അടുത്ത് ഇവരിങ്ങനെ കാണിച്ചു, എൻ്റെ അച്ഛനെ ആൽക്കഹോളിക് ആയിരുന്നു, എൻ്റെ ഹസ്ബൻഡ് എന്നെ തല്ലിയിരുന്നു, എൻ്റെ കുട്ടി അങ്ങനത്തെ രൂപത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല എക്സ്പീരിയൻസസും വരുമ്പോൾ ഞാനൊരു വിക്റ്റിമാണ്, എന്നെ ഇനി എല്ലാവരും ഡിഫറെൻ്റ്ലി ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ വിക്റ്റിമായിട്ട് ഇരുന്നാൽ നിങ്ങൾ കാലാകാലം അങ്ങനെ ഇരിക്കും. ആ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക. എന്നെ ഇനി ഓക്കെ ആക്കണ്ടേയും എൻ്റെ ഇനിയുള്ള ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ കയ്യിലാണ് എന്നുള്ള ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എന്നെടുക്കുന്നു. വന്നിട്ടുള്ള ട്രോമയുടെ ഒക്കെ ഇമ്പാക്റ്റുകൾ മാറ്റി എനിക്ക് എന്നെ ഓക്കെ ആക്കിയേ പറ്റുള്ളൂ എന്നുള്ള ആഗ്രഹവും ആവേശവും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ എക്സ്പീരിയൻസസ് ഒന്നും. ഇതൊരു അഡൾട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓക്കെയാണ്. ലൈക്ക് ഒരു കിഡ്, ഒരു 13-14 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യത്തിലാകുമ്പം ഈ ഒരു സെൽഫ് എസ്റ്റീം അത് അത്രത്തോളം പോസിബിൾ ആവണമെന്നില്ലല്ലോ. അവിടെയാണ് പാരൻസിൻ്റെയും ഈ അഡൾട്ട്സിൻ്റെയും ഒക്കെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പം ചിലപ്പോൾ പാരൻസിന് അറിയുന്നുണ്ടാവില്ല ഈ കുട്ടീനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത്. അതെ, പാരൻറ്റിങ് ട്രെയിനിങ് ഉണ്ട്, പലതരത്തിലുള്ള പാരൻറ്റിങ് ഇന്നത്തെ കാലത്ത് ഉണ്ട്. ഇത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ കൂടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് അവരുടെ അടുത്ത് അത് ഷെയർ ചെയ്ത് അവരെ കൂടെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇമോഷൻസും കൂടി നീ മനസ്സിലാക്കി പെരുമാറുമെന്ന് അവരുടെ അടുത്ത് കൊടുക്കുന്നത് പോലെയല്ല. പക്ഷെ നമ്മുടെ സ്റ്റേറ്റിനെ പറ്റി അവരുടെ അടുത്ത് സംസാരിക്കാം. നമ്മൾ പാരൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, പല ടൈപ്പ് പാരൻറ്റിങ് ഉണ്ട്. അതിൽ അതോറിറ്റേറിയൻ പാരൻറ്റിങ് എന്ന് പറയും. ഞാൻ പറയണത് ഇവിടെ നടക്കുള്ളൂ, അത്രേ ഉള്ളൂ. കുട്ടിക്കൊരു സ്പേസ് ഇല്ല. ഞാൻ പറയുന്നത് നടക്കുള്ളൂ എന്ന് പറയുന്നിടത്ത് കുട്ടിക്ക് വോയിസ് ഇല്ല, ചോയ്സ് ഇല്ല, ഒന്നുമില്ല. പ്രഷേർഡ് ആണ്, ടെൻഷനാണ്, ആങ്ഷ്യസ് ആണ്. ആ കുട്ടിക്ക് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലായി മാറും. അതാണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ഞാൻ പറയണത് ഈ വീട്ടിൽ നടക്കുള്ളൂ, ഞാനുള്ള എൻ്റെ വീടാണെങ്കിൽ ഇങ്ങനെ നടക്കുള്ളൂ എന്നുള്ള സ്റ്റാൻഡ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, പക്ഷേ ഇതുപോലെ ഓരോ ഇതിനുണ്ട് കേട്ടോ. അടുത്ത ഒരു പെർമിസീവ് ടൈപ്പ് എന്ന് പറയും. എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കണം പാരന്റ്. അതും ശരിയല്ല. അത് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടറീസ് ഉണ്ടാവില്ല. പീപ്പിൾ പ്ലീസിങ്ങിൻ്റെ അങ്ങേ അറ്റായിരിക്കും. എല്ലാവരും ഹാപ്പി ആക്കി വെക്കേണ്ടത് നമ്മളുടെ ഒരു അങ്ങനെ കണ്ടിട്ടുള്ളൂ. കാരണം എപ്പോഴും എല്ലാത്തിനും പ്ലീസിങ് അല്ലേ. അതുപോലെ
നമുക്ക് ഓക്കെ അല്ലാത്തൊരു സാധനം അപ്പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാലും നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. കാരണം അത് കാണുന്നില്ലല്ലോ വീട്ടിൽ, എല്ലാം വിചാരിക്കുന്നത് നടന്നു കിട്ടുമല്ലേ. അപ്പം പല പാരൻറ്റിങ് പല രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ എന്താ നമ്മൾ ചെയ്തതെന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ വരികയാണ്. ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ എന്നുള്ള കൺഫ്യൂഷൻ വരികയാണ്. എങ്ങനെ ഇപ്പോൾ ഈ ചോദിച്ചതുപോലെ 13 വയസ്സായി, ഇനി എന്ത് ചെയ്യും? കുട്ടികൾക്കും സപ്പോർട്ട് കൊടുക്കാം, പാരൻസിനും സപ്പോർട്ട് കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റിയൊക്കെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും. അവരിൽ എന്തെങ്കിലും രീതിയിലുള്ള തോട്ട് പാറ്റേൺസ് ബിൽഡായിട്ടുണ്ടെങ്കിൽ ആ തോട്ട് പാറ്റേൺസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റീസ്ട്രക്ചർ ചെയ്യാൻ സംസാരം തന്നെ വഴിയുള്ളൂ. പക്ഷെ ആ സംസാരിക്കാനുള്ള സേഫ് സ്പേസ് ഒരുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയായി മാറാം എന്നുള്ളതാണ് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുക. ഇപ്പം കണ്ടക്ട് ഡിസോർഡേഴ്സ് ഇത് നമുക്ക് ട്രോമയിൽ നിന്ന് തന്നെ ഫോം ആവുന്നതാണോ? ബേസിക്കലി ആളുകൾക്ക് അറിയുമെന്നറിയില്ല, കുട്ടികളിലുള്ള അഗ്രസീവായിട്ടുള്ള നേച്ചർ വരുന്ന സമയത്ത് നമ്മൾ പറയില്ല അഡൾട്ട് ലൈഫിൽ ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ആളുകളെ കാണുന്നത് പോലെ കുഞ്ഞിലെ അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള ട്രേറ്റുകൾ, ആളുകളുടെ അടുത്ത് ഒരു ഇമോഷനും ഇല്ല, മറ്റുള്ളവരുടെ വിഷമമൊന്നും കൺസിഡർ ചെയ്യാതെ വയലൻ്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന ട്രേറ്റ്സ് കാണിക്കുന്ന കുട്ടികളെയാണ് പറയാം. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് എല്ലാ കുട്ടികൾക്കും ടീനേജിലൊക്കെ ടാൻട്രംസ് കാണും, നിങ്ങൾ പറഞ്ഞ തർക്കുത്തരം പറഞ്ഞുകൊണ്ട് തിരിച്ചു വരും. അത് കേട്ടിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഈ അസുഖമാണ്, ഇതാണ് പ്രശ്നമാണെന്നൊന്നും പറഞ്ഞ് ലേബിൾ ചെയ്യാൻ നിൽക്കരുത്. പക്ഷേ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ വയലൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്, വഴക്കുണ്ടാക്കിയിട്ടാണ് പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വിചാരിക്കും, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുമ്പോഴാണ് അറ്റൻഷൻ കിട്ടണമെന്ന് വിചാരിക്കും, അഗ്രസീവ് ആകുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാവണുള്ളൂ, വിചാരിച്ച കാര്യം നടക്കണുള്ളൂ വിചാരിക്കും. ഇതൊക്കെ പഠിച്ചു വരാൻ സാധ്യതയുള്ള പാറ്റേൺസ് ആണ്. അപ്പോൾ കുഞ്ഞിലെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുട്ടികൾ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ ഇങ്ങനത്തെ ട്രേറ്റ്സ് ബിൽഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സ്വന്തം അച്ഛനും അമ്മയും തന്നെ ആവണമെന്നില്ല കേട്ടോ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണെങ്കിൽ കസിൻസോ റിലേറ്റീവ്സോ വീട്ടിലുള്ള വേറെ ആരെങ്കിലോ തൊട്ടടുത്ത വീട്ടിലുള്ളവരോ അവരായിട്ട് നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു, അവരെത്രത്തോളം നമ്മൾ കാണുന്നു, എക്സ്പോസ്ഡ് ആവുന്നു, ഇതിനനുസരിച്ചൊക്കെ നമ്മളിൽ ഇൻഫ്ലുവൻസസ് വരാം. എല്ലാം പേരൻസ് കാരണം തന്നെ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. പേരൻസിനാണെങ്കിൽ കുട്ടികളായിട്ട് ഒരു ഇമോഷണൽ ബോണ്ടിങ് വരാനായിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുക തന്നെയാണല്ലോ, അതായത് അവർക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തുക. ഇത് എങ്ങനെ ഇത് നല്ല രീതിയിൽ നമുക്ക് കണ്ടെത്താം? കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വർക്കും ലൈഫും ബാലൻസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഡെയിലി ഫ്രഷ് ആയിട്ടല്ലേ ആളുകളെ കാണാനൊക്കെ പുറത്തിറങ്ങുന്നത്. നമുക്കത് ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമായിട്ട് നമ്മളെ മൈൻഡിലുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ ടൈം കണ്ടെത്തുന്നില്ലേ? അല്ലേ, ഡെഡ് ലൈൻ തന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ എന്ന് നമുക്കറിയില്ലേ? അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ആ നിർബന്ധ ബുദ്ധി നമ്മുടെ ഉള്ളിൽ വേണം. എൻ്റെ റിലേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അത് പാർട്ട്ണറുമായിട്ടുള്ളതായിക്കോട്ടെ കുട്ടികളുമായിട്ടുള്ളതായിക്കോട്ടെ, അത് വർക്ക് ചെയ്യണം. അത് അത്ര പ്രയോറിറ്റി ഉള്ളൊരു സംഭവമാണെന്നുള്ളത് ഉള്ളിൽ തോന്നണം. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഫേർട്ട്ലെസ് ആയിട്ട് നടക്കും. ടൈം കണ്ടെത്തുക, ടൈം കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പം എനിക്കിഷ്ടമുള്ള രൂപത്തിലാണ് ഞാൻ ആ ടൈം സ്പെൻഡ് ചെയ്യാൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് അത് ഇഫക്റ്റീവ് ആവണമെന്നില്ല. അപ്പോൾ അപ്പുറത്തുള്ള ആളുടെ ഇഷ്ടം കൂടി മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ അച്ഛന് പാട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് പാട്ടിന് വിട്ടു എന്നുള്ള പരിപാടിയായിരുന്നു. അതുപോലെ ആവരുത്. കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ കമ്പനി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ ചെസ്സിൻ്റെ ഒക്കെ പരിപാടികൾ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും, കോമ്പറ്റീഷന് പോകാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും. പല സ്ഥലത്താണ് ഇതിൻ്റെയൊക്കെ കോമ്പറ്റീഷൻ വരാം. കൊണ്ട് നടക്കാൻ പറ്റുമോ? കുറവാണ്. അപ്പോൾ അതായത് അതിനൊക്കെയുള്ള ടൈം, അങ്ങനത്തെ ഇൻട്രസ്റ്റുകൾ ഇതൊക്കെ വരുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റുകളെ നമ്മൾ അറിയാതെ ലിമിറ്റ് ചെയ്യണ പോലെ ആയില്ലേ? നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ നമ്മുടെ ലൈഫിൽ ഉള്ള തിരക്കുകൾ കാരണം നമ്മൾ പലതും ലിമിറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും അവരുടെ കാര്യത്തിൽ. അപ്പോൾ ടൈം കണ്ടെത്തി അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ളതും കൂടി കൺസിഡർ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. കളിക്കുക എന്നുള്ളതാണ്, ഗെയിമാണ് ബോണ്ടിങ് ബിൽഡ് ചെയ്യാൻ വളരെ നല്ല കാര്യം. അത് റിലേഷൻസിലാണെങ്കിലും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറയാം. ഒരച്ഛനമ്മ ഇവർക്ക് തമ്മിലൊരു ബോണ്ടിങ് ഇരുന്നില്ല, ഇവർക്ക് ഒരുമിച്ച് താമസിക്കാൻ ഇഷ്ടമല്ല, ദേ വാണ്ട് ടു ബി സെപ്പറേറ്റഡ്. പക്ഷേ ഒരു കുട്ടി ഉള്ളതുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുമിച്ച് താമസിക്കുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നു. ഇത് ഈ കുട്ടിക്ക് നല്ല രീതിയിൽ ഈ കുട്ടി എടുക്കും, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഫ്യൂച്ചർ ലൈഫിന് നല്ലതെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ മേ ബി അങ്ങനെ ചെയ്യുന്നത്. ശരിയാണോ അത്? ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആളുകൾക്ക് ക്രൈസിസ് ആവുന്നൊരു പോയിന്റാണ്, എസ്പെഷ്യലി കുട്ടികൾ ഇൻവോൾവ് ആണെങ്കിൽ. കുട്ടികളുടെ പ്രായം കൂടി അതിനകത്ത് വിഷയമാണ് കേട്ടോ. പല പ്രായത്തിലും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പലതല്ലേ. അതുപോലെ ചിലപ്പോൾ കുട്ടികൾക്ക് അച്ഛന്മാരുമായിട്ടായിരിക്കാം
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിക്കൂട്ടുകാരൻ അച്ഛനായിരിക്കാം, അതെ. എന്നാൽ ഫാമിലി റൺ ചെയ്യാനുള്ള മറ്റെല്ലാ റെസ്പോൺസിബിലിറ്റിയും അമ്മയായിരിക്കാം നോക്കുന്നത്. അതെ. അതായത് വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിൽ പച്ചക്കറി ഉണ്ടോ എന്നുള്ളത് തൊട്ട്, കുട്ടിയെ സ്കൂളിൽ വിടുന്നത് തൊട്ട്, അവിടുത്തെ പാരൻസ് മീറ്റിംഗ് തൊട്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ചിലപ്പോൾ ഫൈനാൻഷ്യലി അച്ഛൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുട്ടീൻ്റെ കൂടെ അച്ഛൻ കളിക്കുന്നുണ്ടാവാം. ഓക്കെ, പക്ഷേ ഇവിടെ റെസ്പോൺസിബിലിറ്റി ഈക്വലി ഷെയർഡ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുട്ടിക്ക് ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ഒരാൾ മിസ്സാവുന്നത് പോലെയല്ലേ, ഡെയിലി ഉണ്ടായിരുന്നൊരു കമ്പനിക്കാരനൊരു ഫ്രണ്ട് പോകുന്നത് പോലെയൊക്കെ കുട്ടീനെയും കുട്ടിയുടെ ഹാപ്പി ആക്കുന്ന മൊമെൻറ്റ്സും കാര്യങ്ങളും ചെയ്തിരുന്ന ഒരാൾ മിസ്സാവുക എന്നുള്ളൊരു സാധനം വരാം. ചില പാരൻറ്റിങ് സിറ്റുവേഷൻസിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള പാർട്ട്ണറാണ്, ഉപദ്രവിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, യെല്ലിങ്, ഷൗട്ട് ചെയ്യുക, സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക. അതായത് ബേസിക്കലി ഒരു വയലൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണറാണ് കൂടെ ഉള്ളതെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇവർ തമ്മിൽ വഴക്കും സംസാരമായിട്ട് എപ്പോഴും കരച്ചിലും പേച്ചിലും പ്രശ്നങ്ങളാണ്, കുട്ടി ഇത് കണ്ടാണ് വളരുന്നതെന്ന് വിചാരിക്കും. നിങ്ങൾ പോലും അറിയാൻ നിങ്ങളുടെ കുട്ടി ട്രോമറ്റൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ ഒരു നോർമൽസി നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. നിങ്ങളുടെ അവസ്ഥയും കഷ്ടമാണ്, പക്ഷേ കുട്ടിയുടെ അവസ്ഥ, കുട്ടിയുടെ ഒരു ചോയ്സ് ഇല്ലല്ലോ, കുട്ടി ചോദിച്ചു വന്നതല്ല. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് സിംഗിൾ പാരന്റിങ് കുട്ടിക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ളത്. സിംഗിൾ പാരന്റിങ് ഒരു പ്രശ്നമുള്ള കാര്യമായിട്ടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും എന്താ വെച്ചാൽ വളരെ ഇമോഷണലി റെഗുലേറ്റഡ് ആയിട്ടുള്ള, കേപ്പബിൾ ആയിട്ടുള്ള, റൈറ്റ് ആയിട്ട് ഡിസിഷൻസൊക്കെ, ഈ റൈറ്റ് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ ആവുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ എന്നാലും കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പാരൻറ്റ് അല്ലെങ്കിൽ ഒരു അഡൾട്ട് ഫിഗർ ലൈഫിലുണ്ടായാൽ ഒരു കുട്ടിയെ ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ ഈ പാരൻറ്റിങ് ചെയ്യാനായിട്ട് ചെയ്യാൻ പോകരുത്, മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഈ പല ടേംസും സാധനങ്ങളും ഒക്കെ കേട്ടിട്ട് ജെൻറ്റിൽ പാരൻറ്റിങ് വേണോ, പോസിറ്റീവ് പാരൻറ്റിങ് വേണോ, എന്ത് ടൈപ്പ് പാരൻറ്റിങ് ചെയ്യണം, ഞാൻ ചെയ്യണ പാരൻറ്റിങ് ശരിയാണോ, ആളുകൾ മൊത്തത്തിൽ പല കാര്യത്തിൽ കൺഫ്യൂസ്ഡാണ്. അപ്പോൾ നിങ്ങളെന്തോ ചെയ്തുണ്ടാക്കി കൊണ്ടുവരേണ്ട ഒരു സംരംഭമാണ് കുട്ടി എന്നുള്ളത്, ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം ഒഴിവാക്കണം. കുട്ടി ഒറ്റയ്ക്ക് വളർന്നോളും. സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഇമോഷണലി ആൻഡ് ഫിസിക്കലി പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം അങ്ങനെ ആവണം, അല്ലേ? ഞാൻ ഇമോഷണലി ആൻഡ് ഫിസിക്കലി സേഫ് എൻവയോൺമെൻറ്റിലാണെങ്കിൽ എനിക്ക് വേറൊരാൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതിലെത്താതെ ഞാൻ ഒരു കുട്ടീനെയും കൂടി കൊണ്ടുവന്നിട്ട് കുട്ടിക്ക് അത് ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം ആദ്യം നിങ്ങൾ നിങ്ങളെ ഓക്കെ ആക്കണം, എന്നിട്ട് നിങ്ങൾ ആ കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ മതി. ഹൗ ടു ബിക്കം എ ഗുഡ് പാരന്റ്. ഗുഡ് പാരന്റ് ആവാൻ ട്രൈ ചെയ്യുന്നതിനേക്കാൾ ഉപരി നിങ്ങളൊരു ഗുഡ് ഹ്യൂമൺ ആവാൻ നോക്കൂ. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കൂ. നിങ്ങളുടെ ട്രോമാസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അവിടെ നിന്ന് പലരും ആലോചിക്കുന്നത് തന്നെ അതായിരിക്കും, എങ്ങനെ ഒരു നല്ല പാരന്റ് ആവാം. അതിൽ കൂടുതൽ സ്ട്രെയിൻഡ് ആവരുതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ട്രോമാസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള എന്തെങ്കിലും ഫോൾസ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റമോ തോട്ട് പാറ്റേൺസോ ഉണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹാപ്പി സോളാവും. മനസ്സിലുണ്ട്. പ്രശ്നങ്ങൾ ലൈഫിൽ വരില്ല എന്നല്ല, അത് വരുമ്പോഴും അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം, സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിലൊക്കെ ബെറ്റർ കോപ്പിംഗ് സ്ട്രാറ്റജീസ് നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ പ്രശ്നം വന്നാലും പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്യാനും ലൈഫിൻ്റെ ഒരു ഹാപ്പിനെസ്സിലേക്ക് വരാനും നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റും. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പാരൻ്റായിട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഗുഡ് മോഡലാണ് കൊച്ചിന്. ഇവരെ പോലെ ആയാൽ മതി എന്ന് നല്ലൊരു എക്സാമ്പിൾ ആവാൻ കുട്ടികൾക്ക് മുന്നിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പാരൻറ്റിങ്ങിനെ പറ്റി പഠിച്ച് റിസർച്ച് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നൊന്നും നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അവർക്ക് നിങ്ങളുടെ കമ്പനീനെ ഭയങ്കര ഇഷ്ടമാവും. കണ്ടിട്ടില്ലേ അങ്ങനത്തെ പാരൻസിനെ? കണ്ടിട്ടില്ലേ? കുട്ടികൾക്ക് ഇഷ്ടമാണ് വീട്ടിൽ പോകാൻ. ചില കുട്ടികൾക്ക് വീട്ടിൽ പോകാൻ ഇഷ്ടമില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രമായി പോകുന്ന കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളടുത്തേക്ക് വരാൻ, അത് കുട്ടികളെന്നല്ല എല്ലാവർക്കും നമ്മളടുത്ത് വരാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു കംഫർട്ട് സ്പേസും ഒരു ഓപ്പൺ പേഴ്സണും കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേഴ്സണും ആളുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് വരിക എന്നുള്ളതാണ് എനിക്ക് എല്ലാ ആളുകളുടെ അടുത്തും പറയാനുള്ളത്. അതൊരു പാരൻറ്റിൻ്റെ അടുത്ത് എന്നുള്ളത് മാത്രമല്ല, നമ്മൾ നമ്മളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്കും നല്ലതേ വരുള്ളൂ.